മേൽപ്പറഞ്ഞ തടസ്സങ്ങളിൽ യാതൊന്നുമില്ലെങ്കിൽ, അഥവാ സിഹർ, കണ്ണീർ, അങ്ങനത്തെ യാതൊരു പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇല്ല, അങ്ങനത്തെ ഒരു സാഹചര്യമാണെങ്കിൽ വളരെ മുജറബായ ധാരാളം ആളുകൾ പരീക്ഷിച്ച് അറിഞ്ഞ് ഫലം കണ്ട ഒരു സിറായ ഒരു അമലാണ്. വിശുദ്ധമായ ഖുർആനിലെ ആല ഇമ്രാൻ സൂറത്തിലെ ആല ഇമ്രാൻ എന്ന സൂറത്ത്, ആ സൂറത്തിലെ 38-ാമത്തെ ആയത്ത്, റബ്ബി ഹബിലി മില്ലദുങ്ക ദുർരിയത്തൻ തയ്യിബത്തൻ ഇന്നക സമീഉദ് ദുആ. റബ്ബി ഹബിലി മില്ലദുങ്ക ദുർരിയത്തൻ തയ്യിബത്തൻ ഇന്നക സമീഉദ് ദുആ എന്ന ആയത്ത്. ആ ആയത്ത് ഗർഭിണി ആകാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീ അവരുടെ പിരീഡ് ശുദ്ധിയായതിനു ശേഷം ഹായിളത്തിൽ നിന്നും ശുദ്ധിയുടെ കുളിക്കുന്ന അന്ന് രാവിലെ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം അവരുടെ വലതു കൈ പള്ളമേൽ വെച്ച്, വയറിൻ്റെ പള്ളമേൽ വെച്ച് ഈ ദുആ, ഈ വിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് 41 പ്രാവശ്യം പാരായണം ചെയ്യണം. 41 പ്രാവശ്യം പാരായണം ചെയ്യണം. അങ്ങനെ അടുത്ത ഡേറ്റ് ആകുന്നത് വരെ, പീരീഡ്സിൻ്റെ ഡേറ്റ് ആകുന്നത് വരെ ഇത് തുടരണം. അടുത്ത പീരീഡ്സ് ആകുന്നതിൻ്റെ 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം മുന്നേ, എത്ര ദിവസമാണോ സാധാരണഗതിയിൽ സ്ത്രീകൾക്ക് എത്ര ദിവസമാണ് അത് നീണ്ടു നിൽക്കുക എന്ന് അവർക്കറിയാൻ പറ്റും. 7 ദിവസമാണെങ്കിൽ അങ്ങനെ, അതല്ല 10 ദിവസമാണെങ്കിൽ അങ്ങനെ, ചിലർക്ക് 3-4 ദിവസമായിരിക്കും. എത്ര ദിവസമാണെന്ന് കണക്ക് കൂട്ടിയിട്ട് അതിനനുസരിച്ച് ഈത്തപ്പഴം എടുക്കുക. അജുവ ഈത്തപ്പഴം ആയാൽ ഏറ്റവും നല്ലതാണ്. 5 ദിവസമാണെങ്കിൽ 5 ഈത്തപ്പഴം എടുക്കുക. 7 ദിവസമാണെങ്കിൽ 7 ഈത്തപ്പഴം എടുക്കുക. 7 ഈത്തപ്പഴം എടുത്ത് ഓരോ ഈത്തപ്പഴത്തിലും 21 പ്രാവശ്യം വീതം, ഓരോ ഈത്തപ്പഴത്തിലും 21 പ്രാവശ്യം വീതം ഇതേ ആയത്ത്, റബ്ബി ഹബിലി മില്ലദുങ്ക ദുർരിയത്തൻ തയ്യിബത്തൻ ഇന്നക സമീഉദ് ദുആ എന്ന ആയത്ത് ഊതുക. അതിനുശേഷം 7 ഫാത്തിഹ ഓതുക. ആദ്യം ഫാത്തിഹ ഓതാം, പിന്നെ 2ാമത് ആയത്ത് ഓതാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഓതാം, കുഴപ്പമില്ല. അതിനുശേഷം ഇബ്രാഹിമിയ സ്വലാത്ത് 7 പ്രാവശ്യം ചൊല്ലുക. ചൊല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് സയ്യിദിന ചേർത്ത് ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്ന് സയ്യിദിന ചേർത്ത് ഇബ്രാഹിമിയ സ്വലാത്ത് 7 പ്രാവശ്യം ചൊല്ലുക. ഇങ്ങനെ എടുത്ത ഈത്തപ്പഴത്തിൽ, 5 ഈത്തപ്പഴമാണെങ്കിൽ 5, 7 ഈത്തപ്പഴമാണെങ്കിൽ 7, ഈ 5ഉം 7ഉം അല്ലെങ്കിൽ ഈത്തപ്പഴത്തിൽ ഓരോന്നിലും ഇങ്ങനെ 7 ഫാത്തിഹ, 21 പ്രാവശ്യം ആല ഇമ്രാനിലെ 38-ാമത്തെ ആയത്ത്, പിന്നെ ഇബ്രാഹിമിയ സ്വലാത്ത് 21. ഇത് ഇത്രയും ചൊല്ലി ഈ ഈത്തപ്പഴങ്ങൾ മാറ്റിവെക്കുക. പീരീഡ്സ് ആകുന്ന അന്നു മുതൽ പീരീഡ്സ് കഴിയുന്നതുവരെ ഓരോ ദിവസവും സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം ഏത് സമയമാണോ വയറ്റിൽ കൈവച്ച് നമ്മൾ ആ ദുആ 41 പ്രാവശ്യം ആ ഖുർആനിലെ ആയത്ത് ഓതിയത്, ആ ഒരു സമയം ഈ ഈത്തപ്പഴം എടുത്ത് ഭക്ഷിക്കുക. വീണ്ടും കഴിയുമ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും പഴയതുപോലെ ആവർത്തിക്കുക. ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യുക. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഖളാഉം റഹ്മത്തും ഒത്തുവരുമ്പോൾ അതിൽ ഫലമുണ്ടാകും ഇൻഷാ അല്ലാഹ്. നേരത്തെ പറഞ്ഞതുപോലെ യാതൊരു പ്രയാസവും ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കുമ്പോഴാണ് ശാരീരികമായോ മാനസികമായോ ശൈത്താനികപരമായോ സിഹറുപരമായോ ഐനുപരമായോ ഒക്കെ ഉള്ള കെട്ടുകളും കുടുക്കുകളും ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ, അങ്ങനെയുള്ളവരിൽ ധാരാളം പേരിൽ ഇത് കണ്ട് ഫലം അറിഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് എങ്കിൽ അത് ആ സിഹറിൻ്റെ ആ ഒരു റബത്ത്, ആ ഒരു
കെട്ട് അഴിച്ചതിന് ശേഷം, അത് ബാത്തുലാക്കിയതിന് ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങൾ ഫലിക്കുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏവർക്കും ഖൈർ നൽകും.